നസ്കർ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയായ CJ റോയിയുടെ അകാല മരണവുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും സൂചനകളും വ്യക്തതകളുമൊക്കെ എങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ആദ്യം കേട്ട പല തിയറികളും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ പ്രധാനപ്പെട്ടതായ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ സമ്മർദ്ദത്തെ തുടർന്നാണ് മറ്റൊരു നിവൃത്തിയുമില്ലാതെ CJ റോയി മരണം തെരഞ്ഞെടുത്തത് എന്നായിരുന്നു ആദ്യ വാർത്തകൾ. സഹോദരൻ ബാബു അടക്കമുള്ളവർ അത്തരത്തിൽ സൂചനകൾ നൽകി മാധ്യമങ്ങളോട് സംസാരിച്ചു. എന്നാൽ പതിയെ അവർ പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പത്രസമ്മേളനം നടത്തുമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പും കുടുംബവും നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ തീയതിയും നിശ്ചയിച്ചിരുന്നു. അവർ അത് റദ്ദു ചെയ്തു. അതിന് കാരണമായി പറഞ്ഞു കേൾക്കുന്നത് CJ റോയിയുടെ ഒരു ഡയറി കുറിപ്പ് പോലീസ് കണ്ടെത്തി. അതിൽ ഏതാണ്ട് 9ഓളം പേജിൽ മരണം നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. മരിക്കാൻ വേണ്ടിയാണ് CJ റോയി എത്തിയത് എന്ന് വ്യക്തമായ സൂചനകൾ കിട്ടിയെന്നതാണ്. റോയി തന്റെ അഭിമുഖത്തിൽ കുടുംബത്തെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചുമൊക്കെ ഒടുവിൽ സംസാരിച്ചിരുന്നപ്പോൾ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു. മരിക്കാൻ തീരുമാനിച്ച് കമ്പനിയിലേക്ക് എത്തി എന്ന് വ്യക്തമാവുന്ന ഡയറി കുറിപ്പുകൾ പുറത്തു വന്നതോടെയാണ് കുടുംബാംഗങ്ങൾ പിന്മാറിയത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയുള്ള കുത്തിത്തിരിപ്പിന് ഇത് കാരണമാക്കാം എന്ന് പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ച് EDയുടെ വേട്ടയാടലിന് ഇരയായി എന്ന് വിശ്വസിക്കുന്ന DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായ കർണാടകയിൽ ഈ സംഭവം നടന്നപ്പോൾ എന്തായാലും അത്തരം തിയറികളൊക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു സംശയം ഈ ഡയറി കുറിപ്പ് ആത്മഹത്യാ കുറിപ്പായി പരിഗണിക്കുമോ എന്നതാണ്. ഡയറി കുറിപ്പ് സംഭവം നടന്ന മുറിയിൽ നിന്നല്ല കണ്ടെത്തിയത്, മറ്റൊരു മുറിയിൽ നിന്നാണ്. ഈ ഡയറി കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചതാണോ അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന സംശയമുള്ളത് കൊണ്ട് അത് ഒരു തെളിവായി പരിഗണിക്കുമോ എന്നൊന്നും ഉറപ്പില്ല. അന്വേഷണ ഏജൻസി എല്ലാ സാധ്യതകളും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ റോയിയുമായി ബന്ധപ്പെട്ട 2 ഗൂഢാലോചന തിയറികൾ കൂടി സജീവമായിട്ടുണ്ട്. ഒന്നാമത്തേത്, റോയി ചില കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആശങ്കയിലായിരുന്നു. പ്രത്യേകിച്ച് സീറോ ഡെപ്റ്റ് കച്ചവടം എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ആയിരുന്നില്ല. നിരവധി നിക്ഷേപകർ ഉണ്ടായിരുന്നു. ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുണ്ട്. അതേക്കുറിച്ചുള്ള സൂചനകൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടി എന്നതാണ് ഒന്നാമത്തെ ഗൂഢാലോചന തിയറി. റോയിയെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ എഴുതുന്നത് അദ്ദേഹത്തിന് 1 രൂപ പോലും ആവശ്യമുണ്ടായിരുന്നില്ല, എല്ലാം ലാഭത്തിൽ നിന്നാണ്, 1 രൂപ പോലും കടം വാങ്ങിയിരുന്നില്ല എന്നാണ്. റോയി അങ്ങനെ തന്നെയാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ബിസിനസ് രീതിയാണ്. 1 രൂപ പോലും കടമെടുക്കാതെ ലോകത്താർക്കും റിയൽ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കടമെടുക്കാതെ സീറോ ഡെറ്റിൽ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട് എന്ന ഒരു വാദം മറുഭാഗത്ത് ഉയർന്നു. അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാര കരാർ അത് 2018 നിലവിൽ വന്നതാണ്. 2025ഓടെ അത് ശക്തമാക്കാൻ UAE തീരുമാനിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, UAE അറിഞ്ഞോ അറിയാതെയോ കള്ളപ്പണത്തിന്റെ പറുദീസയായി മാറുന്നു. ലോകത്ത് ആർക്കും UAEയിൽ പണം എത്തിച്ചാൽ ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ അതിന്റെ സോഴ്സ് തേടുകയില്ല, ചോദിക്കുകയില്ല. പലപ്പോഴും ഹവാല ഇടപാടുകളുടെ കേന്ദ്രമായി മാറുന്നത് അങ്ങനെയാണ്. ഇവിടെ കൈക്കൂലി കിട്ടുന്ന പണം പോലും എങ്ങനെയെങ്കിലും UAEയിൽ എത്തിച്ചാൽ അവിടെ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ അത് ഒറിജിനൽ പണമാവും. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരും പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. UAEയിൽ പോയി ബാങ്കിലിട്ട് വെളുപ്പിച്ചതിന് ശേഷം NRI അക്കൗണ്ട് വഴി നാട്ടിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരും അവരുടെ മക്കളെയും ബന്ധുക്കളെയും വിദേശത്ത് പാർപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് UAEയിൽ ജോലിക്ക് വിടുന്നത് അല്ലെങ്കിൽ UAEയിൽ കച്ചവടക്കാരെന്ന് പറയുന്നത്. നമ്മുടെ പല CPM നേതാക്കളുടെയും മക്കൾ ഒരു പണിയുമില്ലാതെ തേരാപ്പാര നടക്കുകയും സാങ്കേതികമായി NRIകളായി UAEയിലെ കച്ചവടക്കാരെ മാറുകയും ചെയ്യുന്നതിന്റെ കാരണം ഈ കള്ളപ്പണം വെളുപ്പിക്കലാണ്. കേരളത്തിൽ നിന്നുള്ള മലയാളികൾ അടക്കമുള്ള പലരും UAE വഴി മറ്റു ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും പണം കൊണ്ടുപോകാറുണ്ട്. ഇതിനൊക്കെ കാരണമാകുന്നത് UAEയുടെ വളരെ ഉദാരമായ സാമ്പത്തിക സമീപനമാണ്. നമ്മുടെ നാട്ടിലെ ബാങ്കിൽ 20,000 രൂപയിൽ കൂടുതൽ കൊണ്ടുപോയാൽ അതിന്റെ ഉറവിടം വെളിപ്പെടുത്തണം, പാൻ നമ്പർ കൊടുക്കണം. എന്നാൽ UAEയിൽ അങ്ങനെയല്ല. എത്ര പണം വേണമെങ്കിലും UAEയിൽ കൊണ്ടു കൊടുത്താൽ അവർ ബാങ്കിലേക്ക് ഇട്ട് തരും. ആ രീതിയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചെന്നും ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായി ആരവിടെ നിക്ഷേപം നടത്തിയാലും അതിന്റെ ഉറവിടം ചോദിക്കാൻ തുടങ്ങി എന്നുമാണ് റിപ്പോർട്ടുകൾ. അതനുസരിച്ചുള്ള ബലപ്പെടുത്തലുകൾ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോയി അവിടെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന പലതും, ഈ റോയിയുടെ വലിയ നിക്ഷേപം UAEയിലാണ്. UAEയിൽ റോയി നിക്ഷേപിച്ചപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ തന്റെ ബിസിനസിന്റെ ലാഭമെന്നാണ്. എന്നാൽ ആ ബിസിനസിന്റെ ലാഭത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ UAE അന്വേഷിക്കാൻ തുടങ്ങിയെന്നും അത് കള്ളപ്പണ ഇടപാടായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ
റോയിക്ക് UAE-യിൽ ജയിലിൽ പോവേണ്ടി വരും എന്നുള്ള ഗൂഢാലോചന തിയറിയാണ് ഇപ്പോൾ പരക്കുന്നത്. ഇത് കഴിഞ്ഞ് കുറെ ദിവസമായി സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും നമുക്ക് ലഭ്യമില്ലാത്തതുകൊണ്ട് അതേക്കുറിച്ച് തുടരണ്ട എന്ന് കരുതി. എന്നാൽ ഇന്നലെ മലയാള മനോരമയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത, മനോരമ എന്തായാലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പുമായും കോൺഫിഡന്റ് റോയുമായും മനോരമയ്ക്ക് നല്ല ബന്ധമുണ്ട്. മനോരമയിൽ വന്നൊരു വാർത്ത ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യ UAE കരാർ കർശനമാക്കിയത് പരിശോധന ഘടിപ്പിച്ചു, കോൺഫിഡന്റ് ഗ്രൂപ്പിനും വിഷമതകൾ നേരിട്ടു എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് മനോരമയുടെ വാർത്ത. കൊച്ചി പൂർണ്ണമായും നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയാനും അന്വേഷിക്കാനുമുള്ള ഇന്ത്യ UAE കരാർ നടപടികൾ കർശനമാക്കിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല സംരംഭകരെയും പ്രതിസന്ധിയിലാക്കിയതായി സൂചന. കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയായ CJ റോയിയെയും ഇത് ബാധിച്ചിരുന്നതായി മേഖലയിലുള്ളവർ പറയുന്നു. ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ് UAE-യിൽ മുതൽ മുടക്കുന്നതെന്ന വിവരമാണ് റോയി അവിടെ അധികൃതർക്ക് നൽകിയിരുന്നത്. മുതൽ മുടക്കുകളുടെ ഉറവിടം അന്വേഷിക്കാൻ കരാർ പ്രകാരം UAE അധികൃതർ ഇന്ത്യയുടെ സഹകരണം തേടിയിരുന്നു. മാസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പ് അടക്കം പല റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിലും ആദായ നികുതി അധികൃതർ നടത്തിയ പരിശോധന ഇതനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണെന്നാണ് വിവരം. സാമ്പത്തിക ഇടപാടുകളും അതിലെ വീഴ്ചകളും തടയാനും വിവരങ്ങൾ പരസ്പരം കൈമാറാനുമുള്ള സഹകരണ കരാറിൽ ഇന്ത്യയും UAE-യും 2018 ഒപ്പുവെച്ചിരുന്നു. ഈ കരാറിന്റെ നടത്തിപ്പ് കുറെ കൂടി കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും സ്വീകരിച്ചു. UAE അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം 2025 10-ാം നമ്പർ ഫെഡറൽ ഡിക്രി വഴി കർശനമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയോ സ്ഥാപനമോ UAE-യിൽ മുതൽ മുടക്കുന്ന പണം നിയമപ്രകാരമുള്ളതല്ലെന്ന് സംശയം തോന്നിയാൽ അതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർക്ക് കരാർ പ്രകാരം ഇന്ത്യയുടെ സഹകരണം തേടാം. ആദായ നികുതി, പോലീസ് തുടങ്ങിയ എല്ലാ നിയമ സംവിധാനങ്ങളും അതിന്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കാൻ കരാർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥമാണ്. ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ UAE അവിടെയും ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കണം. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ രഹസ്യമായി തന്നെ മറു രാജ്യത്തിന് കൈമാറുകയും വേണം. ആ രാജ്യത്ത് നടത്തിയ മുതൽ മുടക്കിന്റെ റിക്കവറി പോലും ഇതര രാജ്യത്തിന് സാധിക്കുന്ന തരത്തിലാണ് ഈ കരാർ. റോയിയുടെ സ്ഥാപനങ്ങളിൽ മാസങ്ങളായി നടക്കുന്ന പരിശോധന UAE അധികൃതരുടെ ആവശ്യപ്രകാരമാണെന്നാണ് സൂചന. UAE കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തുന്ന മുതൽ മുടക്കുകളിൽ രാഷ്ട്രീയം, സിനിമ തുടങ്ങിയ മറ്റു മേഖലകളിൽ ഉള്ളവരുടെ പണവുമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. ഇത് മനോരമയുടെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് റോയി വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോവാൻ കാരണങ്ങളിൽ ഒന്ന് UAE ഇന്ത്യ കരാറുമായി ബന്ധപ്പെട്ട അതിന്റെ തിരിച്ചടികളും പ്രതികരണങ്ങളുമാണെന്നാണ്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് അന്വേഷണ സംഘങ്ങൾ പറയേണ്ടതുണ്ട്, കോൺഫിഡന്റ് ഗ്രൂപ്പ് പറയേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു തിയറി കൂടി പ്രചരിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ഇതുവരെ ആധികാരികമായ റിപ്പോർട്ടും കിട്ടിയില്ല. 2005 മുൻപ് മൾട്ടിനാഷണൽ കമ്പനിയായ HP-യിൽ നിന്നും ജോലി രാജിവെച്ച CJ റോയി ആദ്യം തന്റെ കച്ചവടം തുടങ്ങുന്നതിന്റെ കളരിയായി തെരഞ്ഞെടുത്തത് അക്കാലത്ത് ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഒന്നായി ക്രിസ്റ്റൽ ഗ്രൂപ്പിലായിരുന്നത്രേ. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മാനേജരായിരുന്നു മിടുക്കനായ റോയി. ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു. എന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിച്ചുകൊണ്ട് റോയി പുറത്തേക്ക് പോയി. ക്രിസ്റ്റലിലെ ജീവനക്കാരെ വരെ റോയി കൊണ്ടുപോയി എന്ന തരത്തിലുള്ള ആരോപണമാണ് അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒന്ന്. അതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ബാംഗ്ലൂരിന്റെ മണ്ണിൽ ആകാശത്തോളം ഉയർന്നു നിന്ന ഒരു സ്വപ്ന സാമ്രാജ്യമായിരുന്നു അത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ മനോഹരമായി വില്ലകൾ നൽകിയ ക്രിസ്റ്റൽ ഗ്രൂപ്പ്. എന്നാൽ ഇന്ന് ആ ഓഫീസുകൾക്ക് മുന്നിൽ പെർമനന്റ്ലി ക്ലോസ് എന്ന ബോർഡുകൾ തൂങ്ങിക്കിടക്കുമ്പോൾ അതൊരു ബിസിനസ് തകർച്ചയുടെ കഥ മാത്രമല്ല, പടുത്തുയർത്തിയ സ്വപ്നങ്ങൾ മണൽക്കൊട്ടാരം പോലെ തകർന്നു വീണ ഒരു വലിയ ദുരന്തത്തിന്റെ ചരിത്രം കൂടിയാണ്. ഒരു എഞ്ചിനീയറുടെ കൃത്യതയുള്ള ബുദ്ധിയുമായി കൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിന് കരുത്തായി പത്നി ലതാ നമ്പൂതിരിയും ചേർന്ന് പണിതുയർത്തിയ ആ ക്രിസ്റ്റൽ കൊട്ടാരങ്ങൾക്ക് എവിടെയാണ് പിഴച്ചത്? 1998 കഥയുടെ തുടക്കം. സുരക്ഷിതമായ ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാതെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന വാശിയിൽ കൃഷ്ണൻ നമ്പൂതിരി ബാംഗ്ലൂരിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് തുടക്കമിട്ടു. കൂടെ ഡയറക്ടറായി ലതാ നമ്പൂതിരിയും ഉണ്ടായിരുന്നു. സാധാരണ ബിൽഡർമാർ അപ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചപ്പോൾ ഇവർ തെരഞ്ഞെടുത്തത് കസ്റ്റമൈസ്ഡ് ഹോംസ് എന്ന വിപ്ലവകരമായ ആശയമായിരുന്നു. ഉപഭോക്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്ന വീടുകൾ. ഈ ലാളിത്യവും സുതാര്യതയും അവരെ ദക്ഷിണേന്ത്യയിലെ പ്രിയപ്പെട്ട ബ്രാൻഡാക്കി മാറ്റി. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്കും പിന്നീട് സ്വന്തം നാടായ കേരളത്തിലേക്കും ക്രിസ്റ്റൽ ഗ്രൂപ്പ് പടർന്നു പന്തലിച്ചു. വില്ലകൾ, ടൗൺഷിപ്പുകൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, ക്രിസ്റ്റൽ ഗ്രൂപ്പ് തൊട്ടതെല്ലാം പൊന്നായി മാറിയ കാലമായിരുന്നത്. ലതാ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കമ്പനിയെ സാധാരണക്കാർക്കിടയിൽ അത്രമേൽ പ്രിയപ്പെട്ടതാക്കി മാറ്റി. ക്രിസ്റ്റലിന്റെ പിന്നിലും അത്രമേൽ ആഴമുള്ള ഒരു പ്രണയത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും കഥയുണ്ട്. വെറും ഒരു ബിസിനസ് നാമത്തിനപ്പുറം രണ്ട് വ്യക്തിത്വങ്ങൾ ചേർന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ സ്വപ്നത്തിന്റെ അടയാളമായിരുന്നു ക്രിസ്റ്റൽ കൃഷ്ണൻ എന്ന പേരിന്റെ ആദ്യം 3 അക്ഷരങ്ങളും ക്രി. അദ്ദേഹത്തിന്റെ പ്രിയപത്നിയും ബിസിനസ് പങ്കാളിയുമായ ലത എന്ന പേരിൽ നിന്ന് അവസാന 3 അക്ഷരമാണ് തിരിച്ചിട്ടോ അല്ലെങ്കിൽ ലതയുടെ പേരിനു ചേർത്തോ ആണ് ക്രിസ്റ്റൽ എന്ന മനോഹരമായ പേര് അവർ രൂപപ്പെടുത്തിയത്.
തങ്ങളുടെ ജീവിതവും കരിയറും അത്രമേൽ ഇടചേർന്ന് കിടക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ആ ദമ്പതികൾ കണ്ടെത്തിയ വഴിയായിരുന്നത്. എന്നാൽ വിജയത്തിന് കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിധി കളി തുടങ്ങിയത്. ബിസിനസ് വലിയ തോതിൽ വ്യാപിച്ചപ്പോൾ സാമ്പത്തിക അച്ചടക്കം കൈവിട്ടുപോയി. 2016 കമ്പനിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നു. തങ്ങളെ വളർത്തിയ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം അടയ്ക്കുന്നതിൽ കമ്പനി വീഴ്ച വരുത്തി. അത് വലിയ നിയമ പോരാട്ടങ്ങൾക്കും കൃഷ്ണൻ നമ്പൂതിരിയുടെ ശിക്ഷയിലേക്കും നയിച്ചു. ഒരു ബിസിനസിന്റെ നട്ടലായി ജീവനക്കാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് ക്രിസ്റ്റലിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. ഇതിനിടയിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ CJ റോയിയുമായി കൃഷ്ണൻ നമ്പൂതിരിക്കുണ്ടായിരുന്ന ബിസിനസ് ബന്ധങ്ങൾ കടുത്ത ശത്രുതയിലേക്ക് വഴിമാറുന്നത്. ഈ കുടിപ്പകയും നിയമയുദ്ധങ്ങളും കമ്പനിയുടെ അടിത്തറ ഇളക്കി. വമ്പന്മാർ തമ്മിലുള്ള ഈ പോരാട്ടം ബിസിനസ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി. സാമ്പത്തിക പ്രതിസന്ധി മൂലം പല പ്രോജക്റ്റുകളും പാതി വഴിയിൽ നിലച്ചു. ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ നൽകി വീട് സ്വപ്നം കണ്ട സാധാരണക്കാർ കോടതി കയറി ഇറങ്ങി. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ കൃഷ്ണൻ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും ചേർന്നു തുടങ്ങിയ ആ മഹത്തായ യാത്ര ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ ക്രിസ്റ്റൽ കൊട്ടാരം ഇന്ന് നിയമക്കുരുക്കുകളിലും വിവാദങ്ങളിലും മുടങ്ങിക്കിടക്കുന്നു. കൃഷ്ണ ഗ്രൂപ്പിന്റെ ഓഫീസുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടാവും. പക്ഷേ കൃഷ്ണൻ നമ്പൂതിരി എന്ന എഞ്ചിനീയർ പടുത്തുയർത്തിയ വില്ലകളും ഇന്നും ആളുകൾ താമസിക്കുന്നുണ്ട്. നിയമങ്ങളും ധാർമ്മികതയും ബിസിനസ്സിൽ എത്രമാത്രം പ്രധാനമാണെന്ന് ഈ തകർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പണം കൊണ്ട് മാത്രം കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ വലിയതാണ് വിശ്വാസം കൊണ്ട് കെട്ടിപ്പടുക്കുന്നത്. ഈ കഥ പ്രചരിക്കാൻ കാരണം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയുടെ പിന്നിൽ CJ റോയി ഉണ്ടെന്നും ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തകർത്താണ് CJ റോയി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും എന്നുള്ള പ്രചരണമാണ്. എത്രമാത്രം ആധികാരികമാണ് ഈ പ്രചാരണം എന്ന് വ്യക്തമല്ല. ഇപ്പോഴും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമകളും CJ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി നല്ല ബന്ധത്തിലാണെന്ന് പറയുന്നവരുമുണ്ട്. ഇതിന്റെയൊക്കെ നിജസ്ഥിതി കണ്ടെത്താതെ നമുക്കാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല.